സബ്ബ ടോമി. സോറി, ടോമി ആരാ? അച്ഛനാ? ആരെ പേരിട്ടതാരാ? മലയാളിയാണോ ശരിക്കും? ഇംഗ്ലീഷൊക്കെ അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടല്ലോ പാടാനൊക്കെ. ആക്സന്റ് ഒക്കെ സൂപ്പർ ആയിരുന്നു. IELTS പഠിച്ചിട്ടുണ്ടോ? അല്ല, UK എവിടെയെങ്കിലും ഒന്നുമില്ല. പക്ഷെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു സോങ് ഒക്കെ. ആക്ച്വലി എന്താ ചെയ്യുന്നത് കറന്റ്ലി? ഞാൻ സിംഗറാണ് ബൈ പ്രൊഫഷൻ. ചെറുപ്പം തൊട്ട് പാടുന്ന ആളാണ്. പഠിക്കാൻ പഠിപ്പൊക്കെ SHല് ഒരു ഡിഗ്രി ഒക്കെ എടുത്തു. ദേവന കോളേജ് ഇംഗ്ലീഷ്. ഇവിടെയാ? ശരി. രാജഗിരി സ്കൂളും ചെയ്തു, SHല് കോളേജും ചെയ്തു. ഓക്കെ ഓക്കെ. എവിടെ? ബോംബെയിലാണോ ശരിക്കും? അതെ, ഇപ്പൊ 3-4 വർഷമായിട്ട് ബോംബെയിലാണ്. അവിടെ എന്താ പരിപാടി? അവിടെ മ്യൂസിക് പ്രൊഡക്ഷൻ പഠിക്കാനാണ് പോയത്. ഓക്കെ ഓക്കെ. പഠിച്ചു കഴിഞ്ഞു. പക്ഷെ അവിടെ സെറ്റിൽഡ് ഇപ്പൊ. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ചാടി ചാടി വരുന്നു. അപ്പൊ ബോളിവുഡിലൊക്കെ ചാൻസ് ചെറുതായിട്ട് പഠിക്കുന്നുണ്ട്. ഒരു ഹീറാമാണ്ടി എന്ന് പറഞ്ഞൊരു സീരീസിൽ പഠിച്ചിട്ടുണ്ട്. ഒന്ന് പാടാമോ? അത് അങ്ങനെ മറ്റേ ട്രെയിലറിലുള്ള ഒരു സാധനം. കേരളം എങ്ങനെയുണ്ട്? കേരളം എങ്ങനെയുണ്ട്? അല്ല, ഫീൽ ലൈക്ക് ഇവിടെ വന്നിട്ട് അവിടെ അല്ലല്ലോ ശരിക്കും. അയ്യോ, അങ്ങനെ ഞാനിപ്പോ ഇങ്ങോട്ട് ഷോസും എന്റെ ബാൻഡ് ഉണ്ട്, ഞാൻ പെർഫോം ചെയ്യാറുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള. പിന്നെ എന്റെ അച്ഛനമ്മ ഇവിടെ തന്നെയാണ്. ഇങ്ങനെ മാറി നിന്നൊരു ഫീൽ ഇല്ല. ഈ ലോകയിലെ പാട്ട് കണ്ടതിനു ശേഷം ഒരുപാട് ആൾക്കാർ വിളിച്ചോ? ഈ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അങ്ങനെ? നമ്മുടെ ലോക്കയുടെ പിന്നെ ഞാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ല, ഈ ഇങ്ങനത്തെ ഒരു ഈ ടൈപ്പ് സോങ് ആണല്ലോ. അപ്പൊ ഇനി നല്ല ഈ മെലഡി ആയിട്ടുള്ള പാട്ട്, മലയാളത്തിലുള്ള പാട്ടൊക്കെ പാടുമോ ശരിക്കും? ഞാൻ പാടിയിട്ടുണ്ട്. നമ്മുടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, മെലഡി. ദിലീഷ് പോത്തന്റെ. അതെ. പിന്നെ നമ്മ ഫിലിപ്സ് ഇല്ലേ, മുകേഷിന്റെ അതിലൊരു മെലഡി പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഈ ടൈപ്പ് ഒക്കെ പാട്ട് പാടുമ്പോൾ ആൾക്കാർ ഈ മലയാളി ആണോ എന്നൊരു സംശയം അങ്ങനെ ആൾക്കാരെ ചോദിക്കാറുണ്ടോ? ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ സംസാരിക്കുമ്പോൾ മനസ്സിലാവും.